എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു ഓസ്ട്രിച്ചിനെയും അതിന്റെ 5-6 പിള്ളേരെയും കാണിക്കും. ഓസ്ട്രിച്ച് പറയും, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കഥ നറൂട്ടോ കുട്ടപ്പന്റെ കഥയാണ്. നറൂട്ടോ എന്റെ റൈവലാണ്, പക്ഷെ അവനെ പോലെ മെനകെട്ടിയ ഒരു ചെക്കനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാനും നറൂട്ടോയും ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ഹൊക്കാഗ ആള് കുട്ടപ്പനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ഒരു പെറ്റിനെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവരണം. അത് കേട്ട് കുട്ടപ്പൻ അവൻ ടെൻഷനായിട്ട് പറയും, പെറ്റോ? എന്നെ കൊണ്ട് പറ്റില്ല ഇത്രയും ലോക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുറച്ചും കൂടെ വലിയ മിഷൻസ് ഒക്കെ എനിക്ക് തായോ. എന്ത് വലിയ മിഷൻസ് ആണെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ ഹൊക്കാഗ ഒരു ഫോട്ടോ എടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ കയ്യിൽ കൊടുക്കും. കുട്ടപ്പൻ ആ ഫോട്ടോ നോക്കുമ്പോ അവൻ മുൻപ് കൊണ്ടുപോയ അതേ ഓസ്ട്രിച്ച്. ഓ, ഇതായിരുന്നോ? ഇതിനെ ഓൾറെഡി എനിക്കറിയാം. ഒരു ദിവസം മുഴുവൻ എന്റെ തല കൊത്തിപ്പറിച്ച ഒരു വൃത്തികെട്ട ഓസ്ട്രിച്ച്. അതിന് ഹൊക്കാഗ ആന്റി പറയും, ഈ ഒരു ഓസ്ട്രിച്ച് ഇപ്പൊ പഴയതുപോലല്ല. ഇത് ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് നിഞ്ച ആക്ട്സ് ഒക്കെ പഠിച്ച് ഇപ്പൊ ഒരു നിഞ്ച ഓസ്ട്രിച്ച് ആണ്. അതുകൊണ്ട് ഇതിന്റെ സഹായം ലീഫ് വില്ലേജിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ മുഖത്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് വേറൊരു നിഞ്ച അവിടേക്ക് വരും. ഹൊക്കാഗ അവനോട് പറയും, നീ ഇപ്പോ ഒരു ടീമിന്റെ ഹെഡ് ആവാൻ പോവാണ്. നിങ്ങളുടെ മിഷൻ ലീഫ് വില്ലേജിന്റെ ഗ്രൗണ്ടിലുള്ള ഒരു ഓസ്ട്രിച്ചിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നതാണ്. അത് കേട്ട് നിഞ്ച അവൻ തുള്ളിച്ചാടും. പക്ഷെ കുട്ടപ്പന് മാത്രം അത് തീരെ ഇഷ്ടാവില്ല. കൊട്ടക്സി മാസ്റ്ററുടെ കൂടെ ഈ ഒരു ടീമില് കുട്ടപ്പൻ, ലീ, ഷിനോ ഇവര് 3 പേരുമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരും ചാടിത്തുള്ളി ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഹൊക്കാഗയുടെ മാൻഷനില് ഇപ്പൊ കൊട്ടക്സുവിന്റെ ഒരു ഫ്രണ്ട് ഹൊക്കാഗയായിട്ട് സംസാരിക്കുകയാണ്. അവൻ ഷോക്കായിട്ട്, കൊട്ടക്സു ടീം ലീഡറോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. ഇവിടെ അതേ സമയത്ത് അവരാ ഗ്രൗണ്ട് തുറന്ന് അകത്തേക്ക് കയറും. അവരകത്തേക്ക് വരുമ്പോ ഇപ്പൊ കൊട്ടക്സ് പറയും, നമ്മൾ വളരെയധികം പ്ലാൻഡ് ആയിരിക്കണം. സോ ഫസ്റ്റ് മുൻപിൽ കുട്ടപ്പൻ പോണം, അവന്റെ തൊട്ടു പിന്നാലെ ഞാൻ വരും. എനിക്ക് പിന്നിലായിട്ട് ലീ, ഏറ്റവും അവസാനം ഷിനോ. കാരണം ഏറ്റവും ബാക്കിലുള്ളവന് പുറകിലേക്ക് കൂടെ ഒരു കണ്ണുണ്ടാവണം. അതിന് കുട്ടപ്പൻ ചോദിക്കും, ഷിനോയുടെ പുറകില് അതിന് എക്സ്ട്രാ കണ്ണൊന്നും പിടിപ്പിച്ചിട്ടില്ലല്ലോ. ഞങ്ങളും കുരുടന്മാരൊന്നും അല്ല, അവനെ പോലെ 2 കണ്ണ് ഞങ്ങൾക്കും ഉണ്ട്. അവന്റെ കയ്യിൽ ഇൻസെക്റ്റുകളുണ്ട്, അത് വെച്ച് പുറകിലുള്ള കാര്യങ്ങളും അവനെ കൊണ്ട് അറിയാൻ സാധിക്കും. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഇത് വലിയൊരു ഗ്രൗണ്ടാണ്, ആ ഓസ്ട്രിച്ച് ഇവിടെ എവിടെയുള്ളേ? അതിന് മാസ്റ്റർ ടെൻഷനായിട്ട്, അപ്പൊ നിനക്കറിയില്ലേ ആ ഓസ്ട്രിച്ച് അതെവിടെയാണ് ഉള്ളതെന്ന്? നീ എന്നെ വട്ട് കളിപ്പിക്കാണോ ചോദിക്കുമ്പോ അതിന് കുട്ടപ്പൻ പറയും, അയ്യോ ഇല്ല, ഞാൻ അതിനെ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതെവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അതിന് ഷിനോ, കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ ഇൻസെക്റ്റുകളെ ഇപ്പൊ പുറത്തേക്ക് വിടാൻ തുടങ്ങും. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അവർ ആ ഓസ്ട്രിച്ചിനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ഓസ്ട്രിച്ച് കുട്ടപ്പനെ കണ്ട ഉടനെ അവനെ നോക്കി ഇളിച്ചു കാണിക്കും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, വാ ഇടയ്ക്കടി, അനങ്ങി പോരുത്. അന്ന് നീ എന്റെ തല കൊത്തിപ്പറിച്ചു, അതിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല. ഇത്തവണ ഞാൻ നിന്റെ കാലെ വാരി നിലത്തടിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ അതിനോട് ചൂടാവും. അപ്പൊ ഷിനോ കുട്ടപ്പനോട് പറയും, കുട്ടപ്പ കമോൺ, അങ്ങനെ തന്നെ ഓസ്ട്രിച്ചിനോട് നീ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ആ ഗ്യാപ്പില് എന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ഞാൻ കറക്റ്റായിട്ട് അതിനെ ക്യാച്ച് ചെയ്യാം. അങ്ങനെ കുട്ടപ്പൻ അവൻ വീണ്ടും അതിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഗ്യാപ്പിൽ ഷിനോ അവന്റെ ഇൻസെക്റ്റുകളെ അങ്ങനെ റിലീസ് ചെയ്യും. അപ്പൊ കുറെ നേരമായിട്ടും ഷിനോയുടെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കം ഉണ്ടാവില്ല. കുട്ടപ്പൻ ചോദിക്കും, എന്തു പറ്റി, എന്താ ഒരു അനക്കവും ഇല്ലാത്ത? അതിന് ഷിനോ, എന്റെ ഇൻസെക്റ്റുകളുടെ ഒരു ഇൻഫർമേഷൻസും എനിക്ക് കിട്ടുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ഇൻസെക്റ്റുകളെ തിന്നുന്ന ആ ഒരു ചെടികള് അതവര് കാണാ. ഷിനോ ഷോക്കായിട്ട് പറയും, എന്റെ പകുതിയിലധികം ഇൻസെക്റ്റുകളെ അവറ്റകൾ തിന്നു. അവര് ടെൻഷനായിട്ട് അവരിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് പരസ്പരം നോക്കും. അത് കണ്ട് ഓസ്ട്രിച്ച് അത് പൊട്ടിച്ചിരിക്കും. എന്നിട്ട് അതിന്റെ തുത്തു ഉണക്കി കാണിച്ച് മുൻപോട്ട് ഓടും. പക്ഷെ മാസ്റ്റർ വിടില്ല. അതിന്റെ പിന്നാലെ ചാടി ഓടി അതിനെ ഫോളോ ചെയ്യും. മാസ്റ്ററിന്റെ തൊട്ടു പിന്നാലെ ലിയോ ഓടും. കുട്ടപ്പനും ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. മാസ്റ്ററും ലിയും ഓടി ഓസ്ട്രിച്ചിന്റെ തൊട്ടടുത്തെത്തുമ്പോ ഒരു ഡോങ്കി അത് ചാടി വീണ് ലീന്റെ മുഖത്ത് തന്നെ ഒരൊറ്റ ഇടി. അതിന് ലീക്ക് കാലി കയറി അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് അവന്റെ ടൈജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ ഡോങ്കിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാടി നിൽക്കും. ആ ഗ്യാപ്പിൽ കുട്ടപ്പൻ അവനങ്ങോട്ട് ചാടി വീണ് ഓസ്ട്രിച്ചിനെ ഇടിക്കാൻ തുടങ്ങും. പക്ഷെ ഓസ്ട്രിച്ച് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കുട്ടപ്പനെ വെട്ടിത്തിരിപ്പിച്ച് അവനെ തന്നെ അടിച്ചു തെറിപ്പിക്കും. ഓസ്ട്രിച്ച് വിളിച്ചു പറയും, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാനിവിടെ പെട്ടുപോയത്, മര്യാദയ്ക്ക് എന്നെ തുറന്നു വിട്ടോന്ന് പറയുമ്പോ കുട്ടപ്പൻ അവൻ ഷോക്കാവും. ഓസ്ട്രിച്ചിനെങ്ങനെ
സംസാരിക്കാൻ കഴിയും. ഇതിലെന്തോ തകരാറുണ്ടെന്ന് പറയുമ്പോ നമ്മുടെ മാസ്റ്റർ ആള് പാഞ്ഞു വന്ന് ഇപ്പൊ ഓസ്ട്രിച്ചുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഓസ്ട്രിച്ചും മാസ്റ്ററും അവർ രണ്ടുപേരും ഇപ്പൊ കട്ടയ്ക്ക് അടിക്കാൻ തുടങ്ങും. ഫൈറ്റിന്റെ അവസാനം ഓസ്ട്രിച്ച് മാസ്റ്ററിനെ അടിച്ചൊതുക്കി ഇപ്പൊ ഒരു മൂലക്കിടും. മാസ്റ്ററിന് അടി കിട്ടി പിരിവെട്ടി വലിച്ചു കിടക്കുമ്പോ നമ്മുടെ ഓസ്ട്രിച്ച് ആന്റി ചാടി വീണ് മാസ്റ്ററിനെ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. അടിയില് മാസ്റ്റർ രക്തം തുളുമ്പി ഒരു ഭാഗത്തേക്ക് തെറിച്ചു വീഴും. അപ്പൊ കുട്ടപ്പൻ അവനൊരു ഷുരീങ്കിനെടുത്ത് ഓസ്ട്രിച്ചിന് നേരെ വലിച്ചെറിയും. എന്നിട്ട് ആ ഗ്യാപ്പില് കുട്ടപ്പൻ മാസ്റ്ററിനെ ഇപ്പൊ സേഫ് ആക്കി നിർത്തും. കട്ട് ചെയ്ത റോക്ക്ലി അവൻ ഇപ്പോഴും ആ ഒരു കങ്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ചറപറ അടി. അടിയുടെ ഇടയില് നമ്മുടെ റോക്ക്ലിക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഷിനോ അവിടേക്ക് ചാടി വീണ് അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് റോക്ക്ലിയെ രക്ഷിക്കും. റോക്ക്ലിയെ തൂക്കിയെടുത്ത് ഇപ്പൊ കങ്കാരുവിന്റെ മുമ്പിൽ നിന്ന് അവനെ രക്ഷിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ 4 ആൾക്കാരും അവര് പേടിച്ചു വരച്ച് ഒരു മൂലയ്ക്ക് പോയി അങ്ങനെ ഒളിച്ചിരിക്കും. അവര് പരസ്പരം പറയും, ഇനിയും ഇതേ പ്ലാനുമായിട്ട് മുൻപോട്ട് പോയാ ഉറപ്പായിട്ടും നമ്മുടെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അത് ഭയങ്കര പവർഫുൾ ആണെന്ന് പറയുമ്പോ നമ്മുടെ ആൾക്കാരുടെ സൗണ്ട് കേട്ട് ഓസ്ട്രിച്ചും കങ്കാരുവും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് വരും. ഓസ്ട്രിച്ച് ദേഷ്യപ്പെട്ട് പറയും, കുട്ടപ്പ നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാനിവിടെ പെട്ടുപോയത്. പക്ഷെ കുഴപ്പമില്ല, ഞാനിപ്പോ ഇവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ദയവ് ചെയ്ത് ഇവിടെ വന്നും എന്നെ ശല്യപ്പെടുത്തരുത്. ശല്യപ്പെടുത്തിയ 4 ആനിമൽ ഗഞ്ചിപ്സ് ഉപയോഗിച്ച് നിങ്ങളെ 4 പേരെയും അടിച്ചു കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. അവളങ്ങനെ ഇപ്പൊ കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഷിനോ അവൻ നൈസായിട്ട് അവന്റെ ഇൻസെക്റ്റുകളെ റിലീസ് ചെയ്ത് അവളെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. മറ്റൊരു ആനിമല് അവന്റെ ഇൻസെക്റ്റുകളെ അതിനെല്ലാം തന്നെ ഇപ്പൊ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോക്ക്ലിക്ക് കാലി കയറി ഇപ്പൊ കങ്കാരുമായിട്ട് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. ഉടനെ കുട്ടപ്പൻ അവന്റെ ഷാഡോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഓസ്ട്രിച്ചിനെ ഇടിക്കാനായിട്ട് ഓടി അടുക്കും. പക്ഷെ ഓസ്ട്രിച്ച് അവൾ ചില്ലറക്കാരിയല്ല. അവളും അവളുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പന്റെ ഓരോ ക്ലൗൺസിനെയും ഇപ്പൊ കാലെ വാരി നിലത്തടിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് മാസ്റ്റർ ആവട്ടെ ഇതൊക്കെ കണ്ട് കിളിപോയി അങ്ങനെ നിൽക്കും. ഇവിടെ റോക്ക്ലി അവന്റെ ഫുൾ പവർ എടുത്ത് കങ്കാരു ഇടിക്കാൻ വരും. അപ്പൊ കറക്റ്റ് സമയത്ത് കങ്കാരുവിന്റെ വയറ്റിൽ നിന്ന് ഒരു കങ്കാരു കുട്ടി അത് പുറത്തേക്ക് തലയിട്ട് അതിന്റെ കൈ ചുരുട്ടി ലേയുടെ വയറ്റിൽ തന്നെ ഒരൊറ്റ പഞ്ച്. അപ്പൊ മാസ്റ്റർ ആള് വലിയൊരു ഗോളം അത് കറക്കി ഓസ്ട്രിച്ചിനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ കൺട്രോൾ പോയി ആ ഒരു ഗോളം അത് കറങ്ങി വന്ന് മാസ്റ്ററുടെ തലക്കിട്ട് തന്നെ ഒരൊറ്റ ഇടി. ആ ഇടിയില് അനങ്ങാൻ കഴിയാതെ മാസ്റ്റർ അങ്ങനെ വീണ് കിടക്കും. ഓസ്ട്രിച്ച് ചാടി വന്ന് മാസ്റ്റർ അടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വേറെ ആരോ ആ ഓസ്ട്രിച്ചിനെ വന്ന അതേ സ്പീഡില് തിരിച്ച് അടിച്ചു തെറിപ്പിക്കും. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ മാസ്റ്ററിന്റെ ഫ്രണ്ട്. ഇവര് രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണ്, ടീം വർക്കിലൂടെയാണ് അവര് മിഷൻസ് കംപ്ലീറ്റ് ആക്കാറ്. ഉടനെ ഫ്രണ്ട് ആളുടെ വായിൽ നിന്ന് ഒരു സ്പെഷ്യൽ ജെല്ലി അവിടെ മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് മാസ്റ്റർ ആളുടെ കാലിൽ ഗ്രിപ്പ് കൊണ്ടുവന്ന് ഓസ്ട്രിച്ചിന്റെ അടുത്തേക്ക് വരും. ഓസ്ട്രിച്ചിന് മൂവ് ചെയ്യാൻ പറ്റാതെ അത് തെന്നി വീഴുമ്പോ മാസ്റ്റർ ആ ഗോളം ഉപയോഗിച്ച് ഇപ്പൊ അതിനെ തല്ലി താഴെയിടും. ഇവിടെ കുട്ടപ്പൻ ഓസ്ട്രിച്ചിന്റെ ഓരോ ക്ലൗൺസിനെയും ഒന്നൊന്നായിട്ട് തകർത്ത് കളയും. ഷിനോ ആണെങ്കില് ആ ഒരു ജീവിയുടെ നാവ് അത് പിടിച്ചു വലിച്ച് ഇപ്പൊ ഒരു തെങ്ങില് കെട്ടിയിടും. കട്ട് ചെയ്താ ഇപ്പൊ മാസ്റ്ററും മാസ്റ്ററുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു ഓസ്ട്രിച്ചിനെ കീഴ്പ്പെടുത്തി. അപ്പൊ കുട്ടപ്പൻ അതിന്റെ അടുത്തേക്ക് പോയിട്ട് പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത്തവണ എന്റെ കൂടെ നീ വരണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഓസ്ട്രിച്ച് പറയും, ആ കുട്ടപ്പൻ അവൻ ഒറ്റ ഒരുത്തനാണ് എന്നെ ഈ ഗതിയിലാക്കിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും സാക്ഷാൽ കുട്ടപ്പൻ അവളുടെ പിന്നിൽ നിൽക്കുന്നത് കാണാ. അവള് പേടിച്ചു വരച്ച് നോ എന്ന് പറഞ്ഞ് ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.